ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗണിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 30-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ 10 ശ്ലോകങ്ങൾ കാണാനുണ്ട്. മൊത്തം 45 ശ്ലോകങ്ങളാണ്. ആദ്യം തൊട്ട് തന്നെ വായിക്കാം. അധ്യായം മുഴുവൻ വായിച്ചിട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 30-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അന്തർഹിതേ ഭഗവതി സഹസൈവ വ്രജാംഗനാഃ അതപ്യന്തം അചക്ഷാണാഃ കരിണ്യൈവ യൂഥപം ഗത്യാനുരാഗസ്മിതവിഭ്രമേക്ഷിതൈഃ മനോരമാലാപവിഹാരവിഭ്രമൈഃ ആക്ഷിപ്തചിത്താഃ പ്രമദാരമാപതേഃ താസ്താവിചേഷ്ടാ ജഗൃഹുസ്തദാത്മികാഃ. ഗതിസ്മിതപ്രേക്ഷണഭാഷണാദിഷു പ്രിയാഃ പ്രിയസ്യ പ്രതിരൂഢമൂർത്തയഃ അസൗ അഹം തു ഇതി അബലാസ്തദാത്മികാഃ നിവേദിഷു കൃഷ്ണവിഹാരവിഭ്രമാഃ. ഗായന്ത്യ ഉച്ചൈരമുമേവ സംഹതാഃ വിജിക്യുരുന്മത്തകവദ്വനാദ്വനം പപ്രച്ചുരാകാശവദന്തരം ബഹിഃ ഭൂതേഷു സന്തം പുരുഷം വനസ്പതീൻ. ദൃഷ്ടോ വഃ കച്ചിദശ്വത്ഥ പ്ലക്ഷ നിഗ്രോധ നോ മനഃ നന്ദസൂനുർഗതോ ഹൃത്വാ പ്രേമഹാസാവലോകനൈഃ. കച്ചിത് കുരവകാശോകനാഗപുന്നാഗചമ്പകാഃ രാമാനുജോ മാനിനീനാം ഇതോ ദർപ്പഹരസ്മിതഃ. കച്ചിത് തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ സഹ ത്വാളികുലൈർബിഭ്രദൃഷ്ടസ്തേതി പ്രിയോച്യുതഃ. മാലത്യദർശിവ കച്ചിത് മല്ലികേ ജാതിയൂധികേ പ്രീതിം വോജനയൻ യാതഃ കരസ്പർശേന മാധവഃ. ചൂതപ്രിയാളവനസാസന കോവിദാരജംബുർക്കബില്വബകുളാമ്രകദംബനീപാഃ യേന്യേ പരാർത്തഭവകായമുനോപകൂലാഃ ശംസന്തു കൃഷ്ണപദവീം രഹിതാത്മനാം നഃ. കിം തേ കൃതം ക്ഷിതി തപോബത കേശവാംഘ്രിസ്പർശോത്സവോത്പുളകിതാംഗരുഹൈർവിഭാസി അപ്യംഘ്രിസംഭവ ഉരുക്രമവിക്രമാദ്വാ ആഹോ വരാഹവപുഷഃ പരിരംഭണേന.
അപ്യേണ പത്നി ഉപഗത പ്രിയേഹ ഗാത്രൈസ്തന്വൻ വൃശാം സഖി സുനിർവൃതിമച്യുതോ വഹ കാന്താംഗസംഗകുചകുങ്കുമരഞ്ജിതായാഃ കുന്ദസ്രജകുലപതേരിഹ വാതി ഗന്ധഃ ബാഹും പ്രിയാം സൗപധായ ഗൃഹീത പദ്മോ രാമാനുജസ്തുളസികാളികുലൈർമദാന്ധൈഃ അന്മീയമാനൈഹ വസ്തരവഃ പ്രണാമം കിം വാ വിനന്ദതി ചരൻ പ്രണയാവലോകൈഃ പൃച്ഛതേ മാലതാ ബാഹൂനപ്യാശ്ലിഷ്ടാ വനസ്പതേഃ നൂനം തത്കരജസ്പൃഷ്ടാ ബിഭ്രത്യുത്പുളകാന്യഹോ ഇത്യുന്മത്തവചോ ഗോപ്യഃ കൃഷ്ണാന്വേഷണകാതരാഃ ലീലാ ഭഗവതസ്താസ്താഹി അനുചക്രുസ്തദാത്മികാഃ കസ്യാശ്ചിത് പൂതനായന്ത്യാ കൃഷ്ണായന്തി അപിപത്സ്തനം തോഗായിത്വാ രുദത്യന്യാ പദാഹൻ ശകടായതീം ദൈത്യായിത്വാ ജഹാരാന്യാം ഏകാ കൃഷ്ണാർബഭാവനാം രിംഗയാമാസ കാപ്യംഘ്രീകർഷന്തി ഘോഷനിസ്വനൈഃ കൃഷ്ണരാമായിതേ ദ്വേതോ ഗോപായന്ത്യശ്ച കാശ്ചന വത്സായതീം ഹന്തി ചാന്യാ തത്രൈകാ തു ബഗായതീം आहूय दूरगायद्वद कृष्णस्तमनुकुर्वतीं वेणुं क्वणन्दीं क्रीडन्तीं अन्या शंसन्ति साद्विदी कस्यांचित् स्वभुजं न्यस्य चलन्त्याः परा ननु कृष्णोऽहं पश्यत गतिं ललितामिति तन्मनाः मा वैष्णवादवर्षाभ्यां तत्राणं विहितं मया इत्युक्त्वैकेन हस्तेन यतन्त्युन्निदते अम्बरम् आरुह्यैकापदाक्रम्य शिरस्याः परां नृप दुष्टाहे गच्छ जातोऽहं खलानां ननु दण्डदृक् तत्रैकोवाच हे गोपा दावाग्निं पश्यतोल्बणम् चक्षूंषि आशु अपि तद्वंवो विदास्ये क्षेममञ्जसाम् बद्धान्यया स्रजा काचित्तन्वी तत्र उलूखले भीता सुदृक्पिधायास्यं भेजे भीतिविडम्बनम् एवं कृष्णं पृच्छमाना वृन्दावनलतास्तरून् व्यचक्षदवनोद्देशे पदानि परमात्मनः पदानि व्यक्तमेतानि नन्दसूनोर्महात्मनः लक्ष्यन्ते हि ध्वजाम्बोज वज्राङ्कुशयवादिभिः तैस्तैः पदैस्तत्पदवीम् अन्विच्छन्त्योऽग्रदोबलाः वध्वाः पदैः सुपृक्तानि विलोक्यार्था समब्रुवन् कस्याः पदानि चैतानि याताया नन्दसूनुना अंसन्न्यस्तप्रकोष्ठायाः करेणोः करिणायदाम् अनयाराधितो नूनं भगवान् हरिरीश्वरः यन्नो विहाय गोविन्दः प्रीतो याम् अनयद्रहः धन्या अहो अमीयाल्यो गोविन्दाङ्ग्र्यब्जरेणवः यान् ब्रह्मेशो रमादेवी दधुर्मूर्ध्न्यगनुत्तये तस्य अमूनिनः क्षोभं कुर्वन्त्युच्चैः पदानि यत् यैगावहृत्य गोपीनां रहो भुङ्क्ते अच्युतादरम् न लक्ष्यन्ते पदान्यत्र तस्या नूनं तृणाङ्गुरैः गिद्यल् सुजादाङ्घ्रितलाम् उन्निन्ये प्रेयसीं प्रियः इमान्यधिगमग्नानि पदानि वहतो वधूम् गोप्यः पश्यत कृष्णस्य भाराक्रान्तस्य कामिनः अत्रावरोपिता कान्दा पुष्पहेदोर्महात्मना अत्र प्रसूनापचयः प्रियार्थे प्रेयसा कृतः प्रपदाक्रमणे ये ते पश्यता सकले पदे केशप्रसाधनं त्वत्र कामिन्याः कामिना कृतं तानि चूडयदा कान्ताम् उपविष्टमिह ध्रुवम् रेवे तया चात्मरतः आत्मा रामोऽप्यखण्डितः कामिनां दर्शयन् दैन्यं स्त्रीणां चैव दुरात्मताम् इत्येवं दर्शयन्त्यस्ताः चेरुर्गोप्यो विचेतसः यां गोपीम् अनयत् कृष्णो विहायान्याः स्त्रियो वने
സാ ച മേനേതദാത്മാനം വരിഷ്ഠം സർവയോഷിതാം ഹിത്വാ ഗോപീ കാമയാനാ മാമസൗ ഭജതേ പ്രിയഃ തതോ ഗത്വാ വനോദ്ദേശം തൃപ്താ കേശവമബ്രവീത് ന പാരയേഹം ചലിതും നയമാം യത്ര തേ മനഃ. ഏവമുക്തഃ പ്രിയാമാഹ സ്കന്ദ ആരുഹ്യതാമിതി തതശ്ചാന്തർദധേ കൃഷ്ണഃ സാവധൂരന്വതപ്യത. ഹാ നാദ രമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായ മേ സഖേ ദർശയ സന്നിധിം. അന്വിച്ഛന്ത്യോ ഭഗവതോ മാർഗം ഗോപ്യോ അവിദൂരതഃ ദദൃശുഃ പ്രിയ വിശ്ലേഷമോഹിതാം ദുഃഖിതാം സഖീം. തയാ കഥിതമാകർണ്യ മാനപ്രാപ്തിം ച മാധവാത് അവമാനം ച ദൗരാത്മ്യാത് വിസ്മയം പരമം യയുഃ. തതോ വിശൻവനം ചന്ദ്രജ്യോത്സ്നായാവദ്വിഭാവ്യത്തെ തമഃ പ്രവിഷ്ടമാലക്ഷ്യ തതോ നിവവൃതു സ്ത്രിയഃ. തന്മനസ്കാസ്തദാലാപാഃ തദ്വിജേഷ്ടാസ്തദാത്മികാഃ തദ്ഗുണാനേവ ഗായന്ത്യോ നാത്മാകാരാണി സസ്മരുഃ. പുനഃ പുളിനമാഗത്യ കാളിന്ദ്യാഃ കൃഷ്ണഭാവനാ സമവേതാ ജഗുകൃഷ്ണം തദാഗമനകാംക്ഷിതാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം കൃഷ്ണാന്വേഷണം നാമ ത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. അപ്പോൾ ഗോപികമാര് ഭഗവാനെ കാണാതെയായി തിരഞ്ഞു നടക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ, വനത്തിൽ നിന്ന് വനത്തിലേക്ക് ഉന്മത്തകളായി ഭഗവാന്റെ ലീലകള് അനുസ്മരിച്ചുകൊണ്ട്, ഭഗവാന്റെ ചേഷ്ടകളെല്ലാം അനുകരിച്ചുകൊണ്ട് സസ്യലതാദികളോടും മൃഗാദികളോടും എല്ലാം ഭഗവാനെ തെരഞ്ഞ് ചോദിച്ചുകൊണ്ട് പിന്നീട് അവര് ഭഗവാന്റെ ലീലകളെ അതുപോലെ അനുകരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഭഗവാന്റെ പൂതനാമോക്ഷം ലീല, ഒരുവൾ പൂതനയായും മറ്റൊരുവൾ കൃഷ്ണനായും, അതുപോലെ ഒരുവൾ തൃണാവർത്തയായി മറ്റൊരുവൾ കൃഷ്ണനായി, തൃണാവർത്തൻ കൃഷ്ണനെ തട്ടിക്കൊണ്ടുപോകുന്ന രംഗവും, ശകടാസുരന്റെ ആ ലീലയും, അതുപോലെ ഭഗവാൻ മുട്ടുകുത്തി കളിക്കുന്നത് പോലെ ഗോപികമാർ മുട്ടുകുത്തി എഴഞ്ഞുകൊണ്ട് സഞ്ചരിച്ചു. അങ്ങനെയാണ് കൃഷ്ണൻ ഗോകുലത്തിൽ മുട്ടുകുത്തി നടന്നിരുന്നത് എന്ന് കാണിച്ചു. വേറെ ചിലർ രാമകൃഷ്ണന്മാരും വേറെ ചിലർ ഗോപന്മാരുമൊക്കെയായി വത്സാസുരനായി ഒരുവൾ അഭിനയിച്ചു. അവളെ വധിക്കുന്നതായിട്ട് ഭഗവാനായിട്ട് വേഷം കെട്ടിയ ഗോപിക അഭിനയിച്ചു. അതുപോലെ ഒരുവൾ ബകാസുരനായി, മറ്റൊരുവൾ കൃഷ്ണനായി ബകാസുരനെ വധിച്ചു. അതുപോലെ ദൂരേക്ക് പോകുന്നതായിട്ടുള്ള പശുക്കുട്ടികളെല്ലാം ആ കൃഷ്ണൻ വിളിക്കുന്നത് പോലെ അനുകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അതുപോലെ ഭഗവാൻ വേണുനാദം ചെയ്യുന്നത് പോലെയും കളിക്കുന്നത് പോലെയും എല്ലാം അഭിനയിച്ചു. അപ്പോഴേക്കും കണ്ടു നിൽക്കുന്ന ചിലർ പറഞ്ഞു, സാധു സാധു, നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പ്രശംസിച്ചു. അതുപോലെ
ഭഗവാൻ എങ്ങനെയാണോ കൂട്ടുകാരുടെ തോളിൽ കൈയിട്ട് നടക്കുക, അതുപോലെ മറ്റൊരുവളെ കൃഷ്ണനായി ഭാവിച്ച് അല്ലെങ്കിൽ താൻ കൃഷ്ണനായി ഭാവിച്ച് മറ്റൊരുവളെ ഒരു ഗോപനായി ഭാവിച്ച് തോളിൽ കൈയിട്ടുകൊണ്ട് അനുകരിച്ചു. ഞാനാണ് കൃഷ്ണൻ, നോക്കൂ എന്റെ ഗതി സഞ്ചരിക്കുന്നത് നോക്കൂ, കൃഷ്ണനെ പോലെ തന്നെയല്ലേ ഞാൻ നടക്കുന്നത് എന്നൊക്കെ അഭിനയിച്ചു. വേറെ ഒരുവൾ ഗോവർദ്ധനോദ്ധാരണം നന്നായിട്ട് തന്നെ അഭിനയിച്ചു. ആരും കാറ്റിൽ നിന്നും മഴയിൽ നിന്നും ഭയപ്പെടേണ്ട, അതിനുള്ള രക്ഷ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്റെ ഉത്തരീയത്തെ ഗോവർദ്ധന പർവ്വതത്തെ പൊക്കിപ്പിടിക്കും പോലെ പൊക്കിപ്പിടിച്ച് അഭിനയിച്ചു. വേറൊരുവൾ കാളിയനായി അഭിനയിച്ചു. ഒരുവൾ ഭഗവാനായി അഭിനയിച്ച് കാളിയന്റെ ശിരസിൽ കാലുവെക്കും പോലെ വെച്ചുകൊണ്ട് ആ കാളിയനെ അവിടുന്ന് പറഞ്ഞയക്കുന്ന രീതിയിൽ, ദുഷ്ടാഹേ ഗച്ഛ, ഹേ ദുഷ്ടപ്പാമ്പേ പൊക്കോളൂ, അഹം ഖലാനാം ദണ്ഡദൃക് ജാതഃ, ഞാൻ ഖലന്മാർക്ക് ദണ്ഡദൃക്കായിട്ട് ജനിച്ചവനാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് പൊക്കോ എന്ന് കാളിയനെ ഓടിച്ചു വിടുന്നത് പോലെയുള്ള ലീലയെല്ലാം ചെയ്തു. അതുപോലെ വേറൊരുവൾ ദാവാഗ്നിപാനം അഭിനയിച്ചു. നിങ്ങൾ കണ്ണടച്ചോളൂ, ഞാൻ ഈ അഗ്നിയെ പാനം ചെയ്യുന്നുണ്ട്, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഞാൻ ക്ഷേമം ചെയ്യുന്നുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞത് അതുപോലെ അനുകരിച്ചു. അതുപോലെ ഒരുവൾ യശോദയായും ഒരുവൾ കൃഷ്ണനായും അവൾ ധരിച്ചിരുന്ന മാല കൊണ്ട് ഭഗവാനെ ഉരലിൽ കെട്ടുന്നത് പോലെ അഭിനയിച്ചു. ഭഗവാനോ കണ്ണെല്ലാം അടച്ചു പിടിച്ചുകൊണ്ട് ഭയം അഭിനയിച്ചുകൊണ്ട്, അല്ലെ, ആ ഭഗവാനായി അഭിനയിക്കുന്നവൾ നന്നായി തന്മയത്വത്തോടെ അഭിനയിച്ചു എന്നറിയാം. അങ്ങനെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് തന്മയീഭാവം പ്രാപിച്ചുകൊണ്ട് അവര് ഏവം കൃഷ്ണം പൃച്ഛമാന വൃന്ദാവന ലതാസ്തരൂന്, വൃന്ദാവന ലതകളോടും തരുക്കളോടും കൃഷ്ണനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് വനോദ്ദേശത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതാ പരമാത്മനഃ പദാനി വ്യചക്ഷത, പരമാത്മാവായ ഭഗവാന്റെ പാദങ്ങളെ അവർ കണ്ടു. ആ കണ്ട പാദം ഭഗവാന്റെ തന്നെയാന്ന് അടയാളങ്ങൾ വെച്ച് ഉറപ്പാക്കി. പദാനി വ്യക്തമേതാനി നന്ദസൂനോർ മഹാത്മനഃ ലക്ഷ്യന്തേഹി ധ്വജാംബോജ വജ്രാങ്കുശയവാദിഭിഹി. ആ ഭഗവാന്റെ പാദത്തിലെ അടയാളങ്ങൾ ധ്വജരേഖ, അംബോജരേഖ, വജ്രരേഖ, അങ്കുശരേഖ, യവരേഖ ഇതെല്ലാം വ്യക്തമായി കാണുന്നു. തീർച്ചയായിട്ടും ഇത് കൃഷ്ണന്റെ പാദം തന്നെയാണ്. അങ്ങനെ ആ പാദത്തെ തെരഞ്ഞു നോക്കുമ്പോൾ അതിന്റെ കൂടെ ചേർന്ന് മറ്റൊരു സ്ത്രീയുടെ പാദങ്ങൾ കാണപ്പെടുന്നു. അത് കണ്ടിട്ട് അവർ ആർത്തരായി ഭവിച്ചു. അവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ഇതാരുടെ പാദമാണ്? ആ നന്ദസൂനുവിന്റെ കൂടെ യാതയായിരിക്കുന്നു. ഭഗവാന്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് അവൾ പോയിരിക്കുന്നത്. പിടിയാനയും കൊമ്പനാനയും സഞ്ചരിക്കുന്നത് പോലെ മുട്ടിയുരുമ്മിക്കൊണ്ട് അത്രയ്ക്കും ചർച്ചയോടുകൂടിയിട്ടാണ് ഈ പാദങ്ങൾ കാണപ്പെടുന്നത്. അപ്പോഴേക്കും വേറൊരുവൾ പറഞ്ഞു, അനയാ ആരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര. തീർച്ചയായിട്ടും ഇവളാൽ ആ ഭഗവാൻ ഹരി ഈശ്വരൻ നല്ലതുപോലെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം യത് നോ വിഹായ ഗോവിന്ദ പ്രീതോ യാമനയത് രഹ. നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ഗോവിന്ദൻ അവളുടെ നേരെ പ്രീതനായിക്കൊണ്ട് അവളെ രഹസ്യത്തിലേക്ക് കൊണ്ടുപോയില്ലേ, ഏകാന്തത്തിലേക്ക് കൊണ്ടുപോയില്ലേ. അവള് ഭാഗ്യവതിയാണ്, പുണ്യവതിയാണ്, തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്, ആരാധന ചെയ്തിട്ടുണ്ട് അവൾ എന്ന് സൂചിപ്പിച്ചു. രാധയാണ് എന്നുള്ള സൂചന. വേറൊരുവൾ പറയുന്നു, ഈ ഭൂമിയിലെ മൺതരികൾ ഓരോന്നും എത്ര ഭാഗ്യവതികളാണ്, ധന്യകളാണ്. ധന്യാ അഹോ അമീ ആള്യോ ഗോവിന്ദാംഗ്രി അബ്ജരേണവഹ. ഗോവിന്ദന്റെ ആ പാദരേണുക്കൾ, പാദകമലങ്ങളിലെ രേണുക്കൾ എത്ര ഭാഗ്യമുള്ളവയാണ് ഈ ഭൂമിയിലെ ഓരോ മൺതരിയും. ഏതൊരു ഭഗവാന്റെ പാദധൂളിയെ ബ്രഹ്മദേവനും ഈശനും രമാദേവിയും അവരുടെ പാപനാശത്തിനായിക്കൊണ്ട് മൂർധ്നി ദതുഹു, മൂർധാവിൽ ധരിച്ചുവല്ലോ. അത്ര ആ ഭഗവാൻ ഈ വഴിക്കാണ് നടന്നുപോയത് എന്നിങ്ങനെ ഒരുവൾ പറഞ്ഞു. വേറെ അപ്പോഴേക്കും തെരഞ്ഞു പോകുന്നവർ പറഞ്ഞു, ഇവളുടെ പാദം കാണുമ്പോൾ എനിക്ക് ക്ഷോഭം വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് വിക്ഷോഭം കൂടിക്കൂടി വരുന്നു. കാരണം ഏതൊരുവളാണോ ഒറ്റയ്ക്ക് നമ്മുടെയൊക്കെ മുതലായിരുന്ന ഭഗവാനെ ഏകാന്തത്തിൽ അടിച്ചുകൊണ്ടുപോയി,
എന്നിട്ട് അച്യുതാദരം അവൾ മാത്രം ഒറ്റയ്ക്ക് അനുഭവിക്കുന്നു. ഗ്രഹോ ഭുങ്ക്തേ അച്യുതാദരം, ഭഗവാന്റെ അധരപാനം അവൾ മാത്രം ഏകയായി അനുഭവിക്കുന്നു, നമുക്കൊന്നും തരാതെ. അതെനിക്ക് വല്ലാതെ ക്ഷോഭമുണ്ടാക്കുന്നു. ഇനി അതാ കുറച്ചു ദൂരം പോയപ്പോ പറയുന്നു, അവളുടെ കാലടികൾ കാണാനില്ല. അവൾക്ക് കാലുകൾ ആ പുല്ലുകൊണ്ട് കുത്തി വേദനിച്ചിട്ട് ഖേദിച്ചതുകൊണ്ട് ഭഗവാൻ അവളെ തോളിലേറ്റീന്നാ തോന്നണത്. ഉന്നിന്യേ പ്രേയസീം പ്രിയ, അവൻ ഉന്നയിച്ചിട്ടുണ്ട്, മുകളിൽ വഹിച്ചുകൊണ്ട് പോയിട്ടുണ്ട് തീർച്ച. ഇതാ അവിടെ കണ്ടില്ലേ, ഇവിടെയുള്ള പുല്ലും മറ്റുമൊക്കെ അധികം അഗ്നങ്ങളായിരിക്കുന്നു. ഇവിടെയുള്ള പാത അടയാളങ്ങൾ താഴ്ന്നിരിക്കുന്നത് കണ്ടില്ലേ? ആ ഭാരം ചുമന്നുകൊണ്ട് പോയത് കൊണ്ടാണ്. ഭാരാക്രാന്തസ്യ കാമിനഃ കൃഷ്ണസ്യ, ഭാരം കൊണ്ട് ബാധിക്കപ്പെട്ട കൃഷ്ണന്റെ പാദങ്ങളുടെ അടയാളമാണ്. ഹേ ഗോപികളെ, നിങ്ങൾ കാണുവിൻ. ദാ ഇവിടെ നോക്കൂ, ഇവിടെ അവളെ ഇരുത്തിയിട്ടുണ്ട്, താഴെ ഇറക്കിയിട്ടുണ്ട്. അത്ര അവരോപിത കാന്ത പുഷ്പഹേതോർ മഹാത്മന, പൂക്കൾ പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട്. കാരണം അത്ര പ്രസൂനാപചയ പ്രിയാർത്തെ പ്രയസാകൃത, അവിടെ ആ പൂക്കൾ പറിച്ചതിന്റെയൊക്കെ അടയാളങ്ങളും പഴയ പൂക്കൾ ഉപേക്ഷിച്ചതും എല്ലാം ചെയ്തിരിക്കുന്നത് കാണുന്നു. പ്രപദാക്രമണേ ഏതേ പശ്യത അസകലേ പദേ, ഇവിടെ നോക്കൂ, ആ പാദത്തിന്റെ പകുതിയെ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അഗ്രഭാഗം മാത്രമേ കാണുന്നുള്ളൂ. കുതികാല് മുട്ടിയിട്ടില്ല നിലത്ത്. അപ്പൊ പൂക്കൾ പറിക്കാനായിട്ട് ആ പദാഗ്രത്തിൽ നിന്നുകൊണ്ട്, അല്ലെ, കുന്തി കൊണ്ട് ഉയർന്നുകൊണ്ട് പൂക്കൾ പറിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ഇതാ ഇവിടെയാണ്, ഇവിടെ വെച്ച് ആ കാമിനിയുടെ കേശപ്രസാദനം ചെയ്തിട്ടുണ്ട് ആ കാമിയായ കൃഷ്ണൻ. അവളുടെ തലമുടിയൊക്കെ നേരാക്കി കൊടുത്ത് പൂവെല്ലാം ചൂടിക്കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ആ തലമുടി പൂ ചൂടിക്കൊടുക്കുന്നതായുള്ള സമയത്ത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രേമേ തയാച്ച ആത്മരഥ ആത്മാരാമോപ്യഖണ്ഡിത കാമിനാം ദർശയൻ ദൈന്യം സ്ത്രീണാം ചൈവ ദുരാത്മതാം. ഇവിടെ ഈ ശ്ലോകം ശ്രീ ശുകബ്രഹ്മർഷിയുടെ വാക്യമാണ്. അപ്പോ ആത്മരഥ ആത്മാരാമ അഖണ്ഡിത അപി ഭഗവാൻ തയാ രേമേ, ഭഗവാൻ അവളോടുകൂടി രമിച്ചു. എന്തിനു വേണ്ടി? കാമിനാം ദൈന്യം ദർശയന്, കാമികൾക്കുണ്ടാകുന്ന പാരവശ്യം, എന്തെല്ലാം ദുസ്ഥിതികളാണ്, ക്ലേശങ്ങളാണ് കാമുകന്മാർക്കുണ്ടാവുക ഈ ലോകത്തില്. അതുപോലെ സ്ത്രീണാം ജൈവ ദുരാത്മത, ആ പുരുഷന്മാർ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതായിട്ടൊരു ഭാവം വന്നു കഴിയുമ്പോൾ സ്ത്രീകളുടെ ദുഷ്ടത്തരങ്ങളും വർദ്ധിച്ചു വരും. അങ്ങനെ സ്ത്രീണാം ദുരാത്മതാം, അതും കാണിച്ചു തരാൻ, ലോകത്തിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ നാടകമൊക്കെ കളിച്ചത് എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്. ശ്രീ ശുകബ്രഹ്മർഷി തുടരുകയാണ്. ഇത്യേവം ദർശയന്ത്യസ്താഃ ചേരുർഗോപ്യോ വിചേതസഃ യാം ഗോപീമനയത് കൃഷ്ണോ വിഹായാന്യാ സ്ത്രിയോ വനേ. ഇത്യേവം ദർശയന്ത്യസ്താഃ ചേരുർഗോപ്യോ വിചേതസഃ യാം ഗോപീമനയത് കൃഷ്ണോ വിഹായാന്യാഃ സ്ത്രിയോ വനേ. അടുത്ത ശ്ലോകം കൂടി ചേർത്ത്. സാ ച മേനേ തദാത്മാനം വരിഷ്ഠം സർവയോഷിതാം ഹിത്വാ ഗോപീ കാമയാനാ മാമസൗ ഭജതേ പ്രിയഃ. സാ ച മേനേ തദാത്മാനം വരിഷ്ഠം സർവയോഷിതാം ഹിത്വാ ഗോപീ കാമയാനാ മാം അസൗ ഭജതേ പ്രിയഃ. അപ്പൊ പിന്നീട് എന്താണ് സംഭവിച്ചത് അതും ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു തരികയാണ്. ഇതി ഏവം പ്രലപന്ത്യഃ താഃ ചേരുഃ ഗോപ്യഃ വിചേതസഃ. ഇതി ഇപ്രകാരം ഏവം പ്രലപന്ത്യഃ പ്രലപിച്ചുകൊണ്ട്, പരസ്പരം പുലമ്പിക്കൊണ്ട്, ഉന്മാദകളായിക്കൊണ്ട്, ദുഃഖിതകളായിക്കൊണ്ട്, വിചേതസഃ
ചേതസ് നഷ്ടപ്പെട്ടവരായിട്ട്, ഹൃദയം നഷ്ടപ്പെട്ടവരായിട്ട്, മനസ്സില്ലാത്തവരായിട്ട് എന്നർത്ഥം. ഉന്മത്തകളായിരിക്കുന്ന താ ഗോപ്യ, ആ ഗോപികമാര് ചേരുഹു, ചരിച്ചു എന്നർത്ഥം, സഞ്ചരിച്ചു. അവരിനിയും അന്വേഷണം തുടരുകയാണ്. അന്യാഹ സ്ത്രീയ വനേ വിഹായ കൃഷ്ണ യാം ഗോപീം അനയത് സാ ച തദാ ആത്മാനം സർവയോഷിതാം വരിഷ്ഠം മേനേ. അതൊന്നിച്ച് അന്വയിക്കേണ്ടതാണ്. കാരണം അന്യാഹ സ്ത്രീയ വനേ വിഹായ, അന്യകളായ സ്ത്രീകളെ വനത്തിൽ ഉപേക്ഷിച്ചിട്ട്, എന്നുവെച്ചാൽ മറ്റു ഗോപികമാരെയെല്ലാം വനത്തിൽ ഉപേക്ഷിച്ചിട്ട്, കൃഷ്ണ യാം ഗോപീം അനയത്, കൃഷ്ണൻ ഏത് ഗോപിയെ നയിച്ചുവോ, രാധ എന്ന് നമുക്ക് കരുതാം, ഏതൊരു ഗോപികയെ നയിച്ചുവോ, സാച അവളോ തത് ആത്മാനം സർവയോഷിതാം വരിഷ്ഠാം മേനെ, അവള് ഈ സന്ദർഭത്തില് ഭഗവാനുമായിട്ട് ഒറ്റയ്ക്ക് രഹസ്യത്തിൽ ഭഗവാന്റെ എല്ലാ സ്നേഹലാളനകളും കിട്ടിക്കൊണ്ട്, ഭഗവാൻ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് തലയിൽ പൂവൊക്കെ ചൂടി ഇടയ്ക്ക് എടുത്തുകൊണ്ട് നടന്ന് ഒക്കെ ഇങ്ങനെ കൊഞ്ചിച്ചതായിട്ടുള്ള സമയത്ത് ആത്മാനം തന്നെക്കുറിച്ച് സർവയോഷിതാം വരിഷ്ഠാം മേനെ, എല്ലാ സ്ത്രീകളിലും വെച്ച് താനാണ് വരിഷ്ഠ എന്ന് മനിച്ചു എന്ന് കരുതി. അപ്പൊ എല്ലാവരിലും വെച്ച് കേമി താനാണ് ഏറ്റവും സൗന്ദര്യം കൂടുതലുള്ളവൾ, തനിക്കാണ് എല്ലാ ഗുണങ്ങളും കൂടുതലുള്ളത്, തന്നോടാണ് ഈ കൃഷ്ണന് അധികം ആഭിമുഖ്യമുള്ളത്, കൃഷ്ണന് തന്നെയാണ് ഇഷ്ടം, അത് തന്റെ യോഗ്യതകൾ കൊണ്ടാണ്, തന്റെ ഗുണങ്ങൾ കൊണ്ടാണ്, തന്റെ സൗന്ദര്യാദികൾ കൊണ്ടാണ് എന്നൊക്കെയുള്ള ഒരു മാനം അവൾക്കുണ്ടായി എന്നാണ്. അതാണ് സർവയോഷിതാം വരിഷ്ഠാം മേനേ. അവിടെ വരിഷ്ഠാം എന്നാക്കണം. വരിഷ്ഠം എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടോ തോന്നുന്നു ചില ബുക്കുകളിൽ. വരിഷ്ഠ സ്ത്രീലിംഗമായിട്ട് സർവയോഷിതാം വരിഷ്ഠ, തന്നെ വരിഷ്ഠയായിട്ട് ശ്രേഷ്ഠ എന്ന് മേനേ. അങ്ങനെ കാമയാനാഹ ഗോപീ ഹിത്വ അസൗ പ്രിയ മാം ഭജതേ. അവൾ ചിന്തിച്ചത് എങ്ങനെയാണ്? കാമയാനാഹ ഗോപീഹി ഹിത്വ, കാമിക്കുന്നവളായ ഗോപികളെ ഉപേക്ഷിച്ചിട്ട് എന്നൊരർത്ഥം. കാമയാനാഹ എന്ന് പറയുമ്പോൾ കാമനാകുന്ന യാനത്തോടുകൂടിയ, അല്ലെ, യാനം എന്നാൽ വാഹനം. അപ്പൊ കാമനാകുന്ന വാഹനത്തോടുകൂടിയവരായ ഗോപികമാരെ എല്ലാം ഉപേക്ഷിച്ച്, എന്നുവെച്ചാൽ കാമനാൽ വഹിക്കപ്പെടുന്നവരാണ് ഈ ഗോപികളെല്ലാം, എല്ലാം കാമപീഡിതരായിട്ടുള്ള മറ്റു ഗോപികളെ എല്ലാം ഉപേക്ഷിച്ച്, അസൗ പ്രിയ, ഈ പ്രിയനായ കൃഷ്ണൻ മാം ഭജതേ, എന്നെയാണ് ഭജിക്കുന്നത്, എന്നെയാണ് സേവിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ഒന്നൊന്നര മുതലാണ്, ഞാൻ മോശക്കാരിയല്ല, ഞാൻ കേമിയാണ്, എനിക്കെന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്നിങ്ങനെ സ്വയം സ്പെഷ്യലാണെന്ന് കരുതി, മറ്റുള്ളവരിൽ നിന്ന് വെച്ചൊക്കെ വിശിഷ്ടയാണ്, ശ്രേഷ്ഠയാണ്, വരിഷ്ഠയാണ് എന്ന് സ്വയം അഭിമാനിച്ചു. അപ്പോ സ്ത്രീകളുടെ ദൗർജന്യം, അല്ലെ, ദുർജന സ്വഭാവം, കാമുകന്മാരോ ഭർത്താക്കന്മാരോ ഒക്കെ തങ്ങളുടെ വശത്തായി കഴിഞ്ഞാൽ പിന്നെ അവരെ ഏത് രീതിയിലും പീഡിപ്പിക്കാനും അവരെ കൊണ്ട് എന്തും ആവശ്യപ്പെടാനും ഒരു മടിയുമില്ലാതാവും. അപ്പൊ എന്തായാലും ഇവളും അങ്ങനെ കരുതിക്കൊണ്ട് എന്ത് ചെയ്തു? കരുതുകൾ മാത്രമല്ല ചെയ്തത്, അത് പ്രകടിപ്പിച്ചു. എങ്ങനെ? തന്റെ ആ ഒരു അധികാരം കാണിച്ചുകൊണ്ട്. കൃഷ്ണൻ തന്റെ കീഴിലാണ്, തന്റെ അടിമയാണ്, തന്നോട് കൂടുതൽ കാമമുണ്ട്, അതുകൊണ്ട് താൻ എന്തു പറഞ്ഞാലും കേൾക്കും എന്നുള്ള ഭാവത്തില് ഇച്ചിരി അഹങ്കാരത്തോടുകൂടെ അവളിങ്ങനെ ഭഗവാനോട് പറയാൻ പോവുകയാണ്. അതാണ് തതോ ഗത്വാ വനോദ്ദേശം ദൃപ്താ കേശവമബ്രവീത് ന പാരയേഹം ചലിതും നയമാം യത്ര മേ തേ മനഃ. തതോ ഗത്വാ വനോദ്ദേശം ദൃപ്താ കേശവമബ്രവീത് ന പാരയേഹം ചലിതും നയമാം യത്ര തേ മനഃ. അതെ, 99% ഇങ്ങനെ തന്നെയല്ലേ. അപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ ആവാതിരിക്കുന്ന 1% മാറുക.
ഈ കേൾക്കുന്നവരൊക്കെ 1% മാറുക. ഇനി 1% നിന്ന് കൂട്ടുകയും ചെയ്യാം. 2%, 3% ഒക്കെ ആക്കി മാറ്റാം. 99 കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. തതോ ഗത്വാ വനോദ്ദേശം ദൃപ്താ കേശവമബ്രവീത്. തതഃ അനന്തരം വനോദ്ദേശം ഗത്വ, വനത്തില് കുറെ ദൂരം സഞ്ചരിച്ചിട്ട് ഗമിച്ചിട്ട് അവൾ ദൃപ്തയായിട്ട് ദർപ്പത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി അവളായിട്ട് കേശവം അബ്രവീത്, മഹാദേവനെയും ബ്രഹ്മദേവനെയും ഒക്കെ നിയന്ത്രിക്കുന്നവനായ ആ ഈശ്വരനായ ഭഗവാനോട് ആജ്ഞാപിക്കുകയാണ്. കേശവനോട് ആജ്ഞാപിക്കുകയാണ് അല്ലേ? കേശവനാരാ? ബ്രഹ്മാവിനെയും ഈശനെയും വശത്ത് വെച്ചിരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. അങ്ങനെയുള്ള സർവേശ്വരനായ ഭഗവാനോട് ഇവളിങ്ങനെ അഹങ്കാരത്തോടുകൂടി ആജ്ഞാപിക്കുകയാണ്. എന്താ പറയണത്? ന പാരയേ അഹം ചലിതും ന പാരയേ, ഞാനേ അല്പം പോലും സഞ്ചരിക്കാൻ എനിക്ക് ശക്തിയില്ല, എന്നെ കൊണ്ടാവില്ല എന്ന് അഭിനയിക്കുകയാണ്. ന പാരയേഹം ചലിതും. അപ്പൊ അഹം ചലിതും ന പാരയേ, എനിക്കിനി മൂവ് ചെയ്യാൻ, എനിക്കിനി ചലിക്കുവാൻ ശക്തിയില്ല. അതുകൊണ്ട് തേ മനഃ യത്ര, അങ്ങയുടെ മനസ്സ് എവിടെയാണോ, അങ്ങ് എവിടേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നുവോ എന്നർത്ഥം. അങ്ങ് എവിടെ പോവാൻ ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് തത്ര മാം നയ, അവിടേക്ക് എന്നെയും കൊണ്ടുപോയിക്കോളൂ. അപ്പൊ എവിടേക്കാണോ അങ്ങ് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. എന്നെ വേണമെന്ന് എനിക്കറിയാം, നല്ല നിർബന്ധമുണ്ട് അങ്ങേക്കെന്ന് അല്ലേ? അങ്ങ് എന്റെ വശത്തായി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല അങ്ങേക്ക്, അതുകൊണ്ടുള്ളൊരു ഡിമാൻഡാണ്. അപ്പൊ എന്നെ അങ്ങയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ, അങ്ങേക്ക് എന്നിൽ നിന്ന് സുഖം കിട്ടണമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അല്ലേ, അതാണ് എന്റെ താല്പര്യം. ഇഫ് യു ആർ ഡിപ്പെൻഡന്റ് ഓൺ മീ പ്ലീസ് ടേക്ക് മീ, എന്നെ ക്യാരി മീ എന്നാണ്. എന്നെ വഹിച്ചു കൊണ്ടുപോയാലും എന്നെ എടുത്തുകൊണ്ടുപോയാലും എനിക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല. അപ്പൊ വേണമെങ്കിൽ എന്നെ കൊണ്ടുപോക്കോ എന്നുള്ളൊരു ഡിമാൻഡാണ്. അപ്പൊ ന പാരയേഹം ചലിതും നയമാം യത്രതേ മനഃ, ഇങ്ങനെ ദർപ്പത്തോടുകൂടി അവള് ഭഗവാനെ ഒരു ഭൃത്യനെ പോലെ, ഒരു അടിമയെ പോലെ ഒക്കെ കരുതി ആജ്ഞാപിക്കുന്ന ഭാവം. പൊതുവെ ഇങ്ങനെ കാമുകിമാര് അല്ലെങ്കിൽ ഭാര്യമാരൊക്കെ, ഭർത്താക്കന്മാര് പാവങ്ങളാണെങ്കിൽ, സാത്വികന്മാരാണെങ്കിൽ അവരുടെ തലയിൽ കയറും അല്ലെ? അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ കാണിച്ചത്. ഏവമുക്തഃ പ്രിയാം ആഹ സ്കന്ധ ആരുഹ്യതാമിതി തതശ്ചാന്തർദദേ കൃഷ്ണഃ സാ വധൂരന്വതപ്യത. ഏവമുക്തഃ പ്രിയാമാഹ സ്കന്ധ ആരുഹ്യതാമിതി തതശ്ചാന്തർദദേ കൃഷ്ണഃ സാ വധൂരന്വതപ്യത. ഏവം ഉക്തഃ കൃഷ്ണഃ, ഇപ്രകാരം പറയപ്പെട്ടവനായ കൃഷ്ണൻ എന്ത് ചെയ്തു? പ്രിയാം ആഹ, തന്റെ പ്രിയയായ, തന്റെ കൂടെയുള്ളവളായ അവളോട് ആഹ പറഞ്ഞു. എന്ത് പറഞ്ഞു? സ്കന്ധേ ആരുഹ്യതാം. സ്കന്ധേ എന്നുള്ളതില് ഏകാരം ഇവിടെ ലോപിച്ചു പോയതാണ്. സ്കന്ധ ആരുഹ്യതാം എന്നായത്. സ്കന്ധേ ആരുഹ്യതാം, എന്റെ തോളിലേക്ക് ആരോഹണം ചെയ്തോളൂ, എന്റെ തോളിൽ കയറിക്കോളൂ. ഇതി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഒന്ന് ഇരുന്നു കൊടുത്തിട്ടുണ്ടാവും, കുനിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവൾ എവിടെയാ നിൽക്കണെന്ന് വെച്ചാൽ അതിന്റെ അടുത്ത് ചെന്ന് ഭഗവാൻ അല്ലേ പിന്തിരിഞ്ഞ് നിൽക്കും പോലെ നിന്ന് ഇരുന്നു കൊടുത്തു. മുതുകത്ത് കയറിക്കോളൂ, എന്റെ തോളിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവള് വിചാരിച്ചു, ഓ തന്നെ ചുമക്കാൻ പോവുകയാണ്, ഔ താനാരാ മോൾ അല്ലേ, എന്റെ അടിമയാണ് ഭഗവാൻ, ഇപ്പൊ ഞാൻ പറയുന്നത് എന്തും കേൾക്കുന്നത് കണ്ടു എന്നുള്ള അഭിമാനത്തോടെ, അഹങ്കാരത്തോടെ അവള് കാല് പൊക്കി ഭഗവാന്റെ തോളിലേക്ക് വെക്കാൻ പോയതേ ഓർമ്മയുള്ളൂ. ഭഗവാനെ കാണാനില്ല. അവള് കാല് പൊക്കി താഴേക്ക് വീണിട്ടുണ്ടാവും. കാരണം ആലംബനമില്ലാതെ ബാലൻസ് പോയിട്ടുണ്ടാവും.
ഭഗവാൻ പെട്ടെന്ന് അന്തർദാനം ചെയ്തു. ഏതൊരു ഭഗവാന്റെ തോളിലേക്കാണോ അവള് കയറാനിരുന്നത്, ആ ഭഗവാന്റെ പൊടി പോലും കാണാനില്ല. അതുകൊണ്ട് അവൾ തീർച്ചയായിട്ടും മൂക്കും കുത്തി വീണിട്ടുണ്ടാവും. അതാണ് ഭഗവാന്റെ പരീക്ഷ. അതാണ് തതശ്ച അന്തർദതേ കൃഷ്ണ. ഉടനെ തന്നെ ഭഗവാൻ ഇവള് കയറാൻ പുറപ്പെട്ടതായിട്ടുള്ള സമയത്ത് അന്തർദാനം ചെയ്തു. മറഞ്ഞുപോയി, കാണാനില്ല, പൊടി പോലുമില്ല. ഇനിയിപ്പോ ഇവള് ആരുടെ തോളിൽ കയറും? ആരുമില്ല, ഒറ്റയ്ക്കായിപ്പോയി. ഇതുവരെ കൃഷ്ണൻ കൂടെയുള്ളതിന്റെ ധൈര്യം ഉണ്ടായിരുന്നു, കൃഷ്ണൻ തന്റെ അടിമയാണെന്നുള്ള കരുതലുണ്ടായിരുന്നു, അതിന്റെ അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ആരുമില്ലാതെ ഈ വനത്തില് പാതിരായ്ക്ക്, അല്ലേ, നട്ടപ്പാതിരയ്ക്ക് ഈ വനത്തില് താൻ ഏകയായി ഇതാ ഒരാശ്രയവുമില്ലാതെ ആയിപ്പോയി. അതുകൊണ്ട് സാവധൂഹു അന്വതപ്യത. ആ ഗോപവധു അനുതാപം ചെയ്തു, അനുതപിച്ചു, വല്ലാതെ പശ്ചാത്താപമുണ്ടായി എന്നൊക്കെ. അനുതാപം, പശ്ചാത്താപം. അവൾക്ക് തന്നെ കുറ്റബോധം തോന്നി. അയ്യോ, ഞാൻ ഇത്തിരി അതിക്രമം കാണിച്ചു, വേണ്ടിയിരുന്നില്ല. അപ്പൊ എന്താണ് അവൾ ചെയ്ത തെറ്റ് എന്നത് അവൾക്ക് തിരിച്ചറിഞ്ഞു, പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, അല്ലേ. യോഗ്യതയുള്ളവളാണ്, അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയത്. പക്ഷെ അപ്പോഴും ലേശ അഭിമാനം ഉണ്ടെങ്കിലും ഭഗവാൻ വിടില്ല. എല്ലാ അഭിമാനവും കളഞ്ഞിട്ടേ ഭഗവാൻ അനുഗ്രഹിക്കുള്ളൂ, അല്ലേ. തന്റെ ഭക്തന്മാര് അഹങ്കാരികളായിരിക്കാൻ ഭഗവാന് സമ്മതമല്ല. തന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുന്നവർ വിനയാന്വിതരായിരിക്കണം. അപ്പൊ അതുവരയ്ക്ക് അവരെ പരീക്ഷിച്ച് പാകപ്പെടുത്തി അവരുടെ ഉള്ളിലുള്ള സകല കൽമഷങ്ങളും എല്ലാ ദോഷങ്ങളും നീക്കിയതിന് ശേഷമേ ഭഗവാൻ പരിശുദ്ധരായിട്ടേ അവരെ അനുഗ്രഹിക്കുള്ളൂ. അതാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ പ്രത്യേകത. തന്റെ യഥാർത്ഥ ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അവരെ നിഷ്കളങ്കരാക്കി മാറ്റും. അവരുടെ എന്തെങ്കിലും കറകളുണ്ടെങ്കിൽ എല്ലാം കളയും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഭക്തോത്തമയായിട്ടുള്ള ആ രാധയ്ക്ക് അല്പം ഗർവമുണ്ടായി. ആ ഗർവത്തെ ശമിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാൻ അങ്ങനെ ചെയ്തു. മാത്രമല്ല, ഇതിലൂടെ ഭഗവാൻ എന്ത് തെളിയിച്ചു? താൻ ആരുടെ അടിമയല്ല, താൻ ആരെയും സുഖത്തിനു വേണ്ടി ആശ്രയിക്കുന്നവനല്ല. താൻ യോഗേശ്വരേശ്വരൻ, ആത്മാരാമൻ, ആത്മതുഷ്ടൻ, ആത്മതൃപ്തൻ, അല്ലേ, ഇതൊക്കെ പറഞ്ഞില്ലേ, ആത്മരതിയോട് കൂടിയവൻ. അപ്പൊ ഭഗവാന് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും സുഖം കിട്ടേണ്ടതുണ്ടോ? സാധാരണ പ്രാകൃതന്മാരായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ ഇങ്ങനെയുള്ള സമയത്ത് വിട്ടിട്ട് പോകുകയോ ഇല്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം അവൻ പരവശനാണ്, അവൻ കാമപരവശനാണ്. അവന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ഇവൾ കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിട്ടേച്ച് പോകാനൊന്നും സാധാരണക്കാർക്ക് സാധിക്കില്ല. ഇവിടെ ഭഗവാൻ ഒരു പ്രയാസവും ഇല്ലാതെ പുല്ലുപോലെ അന്തർദാനം ചെയ്തു. അപ്പൊ ഇവളുടെ ഗർവത്തെ കൊടുത്ത അടിയാണ്. അതുപോലെ ഭഗവാൻ സ്വയം ലോകത്തിന് കാണിച്ചു കൊടുക്കണു, ഞാൻ ആരെയും ആശ്രയിക്കുന്നവനല്ല, ഞാൻ സ്വയം ആത്മാരാമനാണ്. പിന്നെയോ ഇവരോടുള്ള കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇവർക്കെല്ലാം വഴങ്ങിക്കൊടുക്കുന്നത്, ഇവരുടെ കൂടെ കളിക്കുന്നത്. ഇത് തെളിയിക്കുന്നതാണ് ഈ രംഗം. അതെല്ലാം ചേർത്തിട്ട് വായിക്കണം, അല്ലേ. രാസക്രീഡ എന്നുള്ളതായിട്ടുള്ള കഥ വെറുതെ അതിന് തോന്നിയത് മാത്രം, നമ്മൾ അതിൽ നിന്ന് തോന്നിയ ഭാഗം മാത്രം എടുത്താൽ പോരാ. നമുക്കിഷ്ടമുള്ളത് മാത്രം എടുത്തിട്ട് നമ്മൾ സ്വയം അതിനെ വിമർശിക്കാൻ പാടുള്ളതല്ല. ഇതിലുള്ള മുഴുവൻ കഥയും അക്ഷരം പ്രതി വായിച്ച് അത് മുഴുവൻ കൂട്ടി വായിക്കണം. അപ്പോഴേ ആശയം വ്യക്തമാകുള്ളൂ. ഇവിടെ ഭഗവാൻ വ്യക്തമാക്കി, താൻ ഒരിക്കലും ഒരു സ്ത്രീയുടെയും അടിമയല്ല. ഭഗവാന് നിസ്സാരമായിട്ട് എല്ലാവരെയും ഉപേക്ഷിച്ച് പോകാൻ കഴിയും. താൻ തന്റെ സുഖത്തിനു വേണ്ടി ആരെയും ആശ്രയിച്ചിട്ടില്ല. പിന്നെയോ തന്റെ ദയ കൊണ്ട്, കാരുണ്യം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവരുടെയൊക്കെ പ്രാർത്ഥന അത്രയും തീവ്രമായതുകൊണ്ട് അനുവദിച്ചു കൊടുത്തതാണ്. അത് തിരിച്ചറിയണം. ആത്മാരാമോപി അരീരമത്. അപ്പൊ ഇവിടെ ഭഗവാൻ തന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഇവിടെ പ്രകടിപ്പിച്ചു, നമുക്ക് കാണിച്ചു തന്നു. നിങ്ങളും ഇതുപോലെ ആവിൻ പുരുഷന്മാരെ എന്ന് പുരുഷന്മാർക്കുള്ള ഒരു പാഠവും കൂടിയാണ്.
നിങ്ങളുടെ ഭാര്യമാരോ നിങ്ങളുടെ കാമുകിമാരോ നിങ്ങളെ അധികം ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലേ, നിങ്ങളെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വതന്ത്രരായിരിക്കൂ. എപ്പോഴും അടിമകളായിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പുരുഷന്മാർക്കുള്ള ഒരു മാതൃക ഭഗവാൻ സൂചന കാണിച്ചു കൊടുത്തതും കൂടിയാണ്. ഏവമുക്ത പ്രിയാമാഹ സ്കന്ധേ ആരുഹ്യതാമിതി തതശ്ചാന്തർദധേ കൃഷ്ണഃ സാവധൂരന്മതപ്യത. ഇങ്ങനെയുള്ള ഓരോ ഡോസുകളൊക്കെ പുരുഷന്മാർ ഇടയ്ക്കിടയ്ക്ക് സ്ത്രീകൾക്ക് കൊടുത്താലേ ആ ബഹുമാനം, വിലയൊക്കെ എപ്പോഴും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒട്ടും വിലയുണ്ടാവില്ല. ആ വിലയില്ലാതെ പെരുമാറി പിന്നെ നാട്ടുകാരുടെ മുമ്പിലും വിലയില്ലാതെ പെരുമാറും. മറ്റത് ആദ്യമൊക്കെ അല്ലേ, ഗൃഹത്തിന്റെ ഉള്ളിൽ, ബെഡ്റൂമിന്റെ ഉള്ളിൽ ഒക്കെ ആയിരുന്നു വിലയില്ലാതെ പെരുമാറിയിരുന്നത്. പിന്നെ അത് സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരുടെ മുമ്പിൽ വെച്ച് എന്താ പറയണത് എന്ന് വ്യവസ്ഥയില്ലാതെ ഭർത്താക്കന്മാരെ പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുന്നതായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും, ഇല്ലേ, ഒരു റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും, ബസ് സ്റ്റാൻഡിലാണെങ്കിലും, ഏതെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും എത്ര ആളുകൾ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ പല സ്ത്രീകളും തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കുന്നത് കാണാം. പുരുഷന്മാർ സ്ത്രീകളെയും നിന്ദിക്കാൻ പാടില്ല, രണ്ടു കൂട്ടരും നിന്ദിക്കാൻ പാടില്ല. അത് എന്തുകൊണ്ട്? അത് ശീലമായതുകൊണ്ടാണ്. പുറത്തും വരുമ്പോൾ മറന്നു പോകുന്നത്. ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ മറന്നു, തനി സ്വഭാവം കാണിച്ചു. അപ്പൊ ഈ പരസ്പര ബഹുമാനം എന്നുള്ളത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഏത് ബന്ധങ്ങളാണെങ്കിലും ആ ഒരു പരസ്പര ബഹുമാനം എപ്പോഴും ഉണ്ടാകണം. ആ ബഹുമാനമാണ് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്നത്. സ്നേഹം ബഹുമാന രൂപത്തിൽ പ്രകടിപ്പിക്കണം. സ്നേഹത്തിന്റെ അല്ലാതെ വല്ലാതെ അധികാരം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിച്ചുകൊണ്ട് അങ്ങനെയല്ല പ്രകടിപ്പിക്കേണ്ടത്. അപ്പോ ഇവിടെ ഭഗവാൻ പുരുഷന്മാർക്കൊരു മാതൃക കാണിച്ചു തന്നു. ഹേ പുരുഷന്മാരെ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ അടിമകളാവല്ലേ. ഇങ്ങനെയൊക്കെ സ്ത്രീകൾ നിങ്ങളെ ഭരിക്കുകയാണെങ്കിൽ വിട്ടേച്ച് പൊക്കോളൂ, ഒരു പാഠം പഠിപ്പിക്കൂ തൽക്കാലത്തേക്ക് എന്ന് ഭഗവാൻ കാണിച്ചു തന്നു. അപ്പോഴേക്കും പശ്ചാത്തപിക്കുന്ന ഇവള് താപത്തോടെ ഭഗവാനെ വിളിച്ച് കരയുകയാണ്. പിന്നെ ഹാ നാഥ രമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായ മേ സഖേ ദർശയ സന്നിധിം. ഹാ നാഥ രമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായ മേ സഖേ ദർശയ സന്നിധിം. ഭഗവാനെ വിവിധ പേരുകൾ വിളിച്ചുകൊണ്ട് പറയണു. നാഥ, ഹാ നാഥ, അല്ലയോ എന്റെ നാഥനായിരിക്കുന്നവനെ, എന്റെ ആശ്രയം, എന്റെ ഗതി, എന്റെ സ്വാമി അങ്ങാകുന്നു. നാഥൻ എന്നാൽ ആശ്രയിക്കപ്പെടുന്നവൻ. നാഥ്യതേ ഇതി നാഥ. അപ്പൊ അങ്ങാണ് എനിക്ക് ശരണം, എന്റെ ഗതി, എനിക്ക് ആലംബനം. അല്ലാതെ ഞാൻ അങ്ങേക്ക് ആലംബനമല്ല, ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഹേ നാഥ, ഹേ രമണ, ഹേ രതിയെ തരുന്നവനെ, സന്തോഷം നൽകുന്നവനെ, ഞാൻ അങ്ങേക്കല്ല രതി തരുന്നത്, അങ്ങ് എനിക്കാണ് രതിയെ തരുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഹേ രമണ, അല്ലയോ എന്നെ രമിപ്പിക്കുന്നവനെ, പ്രേഷ്ഠ, പ്രിയതമനായിരിക്കുന്നവനെ, മഹാഭുജ, വലിയ കൈകളോടുകൂടിയവനെ, രക്ഷിക്കാൻ കരുത്തുള്ളതായിട്ടുള്ള, ശുശ്രൂഷിക്കാൻ പരിപാലിക്കാനൊക്കെ കരുത്തുള്ളതായിട്ടുള്ള വലിയ കൈകളോടുകൂടിയവനെ, മഹാഭുജ. ക്വാസി ക്വാസി ക്വ അസി ക്വ അസി എന്നാണ് ദീർഘ സന്ധി വന്ന് ക്വാസി ക്വാസി എന്നാവും. നീ എവിടെയാകുന്നു, അങ്ങ് എവിടെയാകുന്നു? ഇങ്ങനെ വിളിച്ചു വിളിച്ച് ചോദിക്കുന്നു. കൃപണായാഹ തേ ദാസ്യാഹ സഖേ സന്നിധിം ദർശയ. കൃപണായാഹ, ഇപ്പതാ ദീനയായിരിക്കുന്ന
സിമ്പതി അർഹിക്കുന്നവളാണ് ഞാനിപ്പോ. ദുഃഖം സഹിക്കാൻ വയ്യ എനിക്ക്, എല്ലാം നഷ്ടപ്പെട്ടവളാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവളായിട്ടുള്ള തേ ദാസ്യാഹ, അങ്ങയുടെ ദാസിയായ എനിക്ക് ഇപ്പൊ ദാസ്യം വന്നു. മറ്റത് യജമാനത്തിയെ പോലെ പെരുമാറിയിരുന്നു അല്ലെ, വേണമെങ്കിൽ എന്നെ ചുമന്നോളൂ എന്ന് പറഞ്ഞിരുന്ന ആളാണിപ്പോ ദാസ്യാഹ, ദൈന്യം വന്നപ്പോ ദാസിയായി മാറി. ദാസ്യാഹ സന്നിധിം ദർശയാഹേ സഖേ, അല്ലയോ സുഹൃത്തല്ലേ, അങ്ങ് എന്റെ പ്രീതമനല്ലേ, എനിക്ക് നല്ലത് ചെയ്യുന്നവനല്ലേ. അപ്പൊ ഈ ദാസിയായിട്ടുള്ള ഇവൾക്ക് സന്നിധിം ദർശയ, സാന്നിധ്യത്തെ കാണിച്ചു തരൂ, അങ്ങ് അടുത്തുണ്ട് എന്ന് എനിക്കൊന്ന് ബോധ്യം വന്നാൽ മതി, എനിക്ക് ഭയമാകുന്നു, അങ്ങ് എന്നെ ഉപേക്ഷിച്ച് പോയതോടുകൂടി ഞാൻ അനാഥയായി, അതുകൊണ്ട് എനിക്ക് അടുത്തുണ്ട് എന്നുള്ളൊരു ധൈര്യം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്, വിളിച്ചു കരയുകയാണ് എന്നർത്ഥം. ഹാ നാദ രമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം അന്വിച്ഛന്ത്യോ ഭഗവതോ മാർഗം ഗോപ്യോ വിദൂരതഃ ദദൃശു പ്രിയ വിശ്ലേഷമോഹിതാം ദുഃഖിതാം സഖീം. അന്വിച്ഛന്ത്യോ ഭഗവതോ മാർഗം ഗോപ്യോ വിദൂരതഃ ദദൃശു പ്രിയ വിശ്ലേഷമോഹിതാം ദുഃഖിതാം സഖീം. ഇപ്പൊ സുഖബ്രഹ്മർഷി തന്നെ കഥ പറയുകയാണ്. ഇങ്ങനെ ഇവള് കരഞ്ഞ് അലഞ്ഞ് കൃഷ്ണനെ തെരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, അവശയായി നടക്കുമ്പോൾ, ഭഗവതഃ മാർഗം അന്വിച്ഛന്ത്യ ഗോപ്യ, ഭഗവാന്റെ മാർഗത്തെ അന്വിച്ഛന്ത്യ അന്വേഷിക്കുന്നവരായിട്ടുള്ള ആ ഗോപികമാരും മറ്റ് ഗോപികമാരെല്ലാവരും അവിദൂരതഃ ദദൃശുഹു, അധികം ദൂരത്തല്ലാതെ കണ്ടു, സമീപത്തായിട്ട് കണ്ടു. ആരെ കണ്ടു? ദുഃഖിതാം സഖീ, ദുഃഖിച്ചിരിക്കുന്ന മറ്റേ കൂട്ടുകാരിയെ. എങ്ങനെ? പ്രിയ വിശ്ലേഷമോഹിതാം, പ്രിയനായ ഭഗവാനിൽ നിന്ന് വിശ്ലേഷം സംഭവിച്ചിരിക്കുന്നു. വിശ്ലേഷം എന്ന് പറഞ്ഞാല് വേർപെടൽ, വിരഹം. ഇപ്പൊ ഭഗവാനിൽ നിന്ന് വിശ്ലേഷിക്കപ്പെട്ട് വേർപെടുത്തപ്പെട്ട് മോഹിതയായിരിക്കുന്ന, മൂർച്ഛിതയായിരിക്കുന്ന, ബോധം ഇല്ലാതെയായതുപോലെയുള്ള അവശയായിരിക്കുന്നതായിട്ടുള്ള ആ ദുഃഖിച്ചുകൊണ്ട് അന്വേഷിക്കുന്നവളായ ആ സഖിയെ, ആ കൂട്ടുകാരിയെ, രാധയെ ഈ ഗോപികമാരെല്ലാരും കൂടി കണ്ടുമുട്ടി. സമാധാനായി ഇവർക്ക്. സമാധാനാവുക എന്ന് മാത്രമല്ല, ഇപ്പൊ അവളോട് സിമ്പതിയും തോന്നാൻ തുടങ്ങി ഇവർക്ക്. ഇതുവരെ അസൂയയായിരുന്നുവെങ്കിൽ ഇപ്പൊ ഇവളുടെ ഈ ഒരു ദൈന്യാവസ്ഥ കണ്ടിട്ട് അയ്യോ പാവം എന്ന് തോന്നുന്നു ഈ ഗോപികമാർക്കൊക്കെ. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. തയാ കഥിതമാകർണ്യ മാനപ്രാപ്തിം ച മാധവാത് അവമാനം ച ദൗരാജ്ഞാത് വിസ്മയം പരമം യയുഃ. തയാ കഥിതമാകർണ്യ മാനപ്രാപ്തിം ച മാധവാത് അവമാനം ച ദൗരാജ്ഞാത് വിസ്മയം പരമം യയുഃ. അപ്പൊ തയാ കഥിതം ആകർണ്യ, തയാ അവളാൽ, ആ ഗോപിക ഏകയായിരുന്ന ഗോപിയാൽ കഥിതം പറയപ്പെട്ടത്. അവള് ചരിത്രമൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ എന്ന് തന്റെ അഹങ്കാരം ഭഗവാനെ എന്താ പറയുക മുഷിപ്പിച്ചു, പ്രകോപിപ്പിച്ചു, ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് അവൾ പറഞ്ഞു. തയാ കഥിതം ആകർണ്യ. അപ്പൊ എന്തൊക്കെയാണ്? മാധവാത് മാനപ്രാപ്തിം, മാധവൻ ഭഗവാൻ ലക്ഷ്മീപതി തനിക്ക് മാനം നൽകി, തന്നെ മാത്രം ഏകയായി കൊണ്ടുവന്നു, തന്നെ ചുമന്നുകൊണ്ട് നടന്നു, തനിക്ക് തലയിൽ പൂചൂടി തന്നു. ഇതൊക്കെ മാനമാണ്, ഭഗവാന്റെ ആദരവാണ് അല്ലേ? ഭഗവാൻ തന്നെ നല്ല രീതിയിൽ സൽക്കരിച്ചു. പക്ഷേ എന്റെ ദൗരാജ്ഞാത് അവമാനം ച, എന്റെ ദുഷ്ടത്തരം, ദൗരാജ്ഞ്യം, എന്റെ ആത്മാ ദുഷിച്ചു, എന്റെ മനസ്സില് അഹങ്കാരം കൊണ്ട് ദുഷിച്ചു. ഞാനാണ് ഏറ്റവും കേമി എന്ന് വിചാരിച്ച് എന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചിന്തിച്ച് അഹങ്കരിച്ചപ്പോൾ എന്റെ ദൗരാജ്ഞ്യം, എന്റെ മനസ്സ് കെട്ടുപോയി. അങ്ങനെയുള്ള ദൗരാജ്ഞാത് അവമാനം. ഇപ്പതാ ഞാനിതാ ഭഗവാനാൽ സമ്മാനിക്കപ്പെട്ട ഞാൻ തന്നെ ഇതാ നിമിഷ നേരം കൊണ്ട് അവമാനിതയായി. എന്നുവെച്ചാൽ ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചു പോയി.
ആഹാ, നിന്റെ അഹങ്കാരം നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന മട്ടില് ഭഗവാൻ എന്നെ പാഠം പഠിപ്പിച്ചു, അങ്ങനെ അപമാനിച്ചു. അങ്ങനെയുള്ള അപമാനത്തെയും അവൾ പറഞ്ഞത് തയാ കഥിതം ആകർണ്യ, ആ ഗോപിയാൽ പറയപ്പെട്ടത് കേട്ടിട്ട് വിസ്മയം പരമം ജയുഹു, ഈ ഗോപികമാര് പരമമായ വിസ്മയത്തെ പ്രാപിച്ചു. എന്താ? ആ കൃഷ്ണന്റെ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ട്. കൃഷ്ണൻ അങ്ങനെയുള്ള കാമി കാമി എന്നൊക്കെ ഇവരുടെ ഇടയിലൊക്കെ വിളിച്ചിരുന്നു അല്ലേ? കാമിനഹ, കാമി കാമി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ കുറിച്ച് കാമുകനാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി കൃഷ്ണൻ അങ്ങനെ ഇങ്ങനെയുള്ള കാമുകനൊന്നും അല്ല. കൃഷ്ണൻ പൂർണ്ണ സ്വതന്ത്രനാണ്. അതുകൊണ്ടാണല്ലോ ഇവളെ ഉപേക്ഷിച്ചിട്ട് പോയത്. സാധാരണ പ്രാകൃത മനുഷ്യരെ പോലെയുള്ള കാമിയല്ല ഭഗവാൻ. തന്റെ ദയ കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. ഇപ്പോ മനസ്സിലായി. അതാണ് വിസ്മയം പരമം യയുഹു. പരമമായ വിസ്മയത്തെ അവർ പ്രാപിച്ചു. എന്തെന്നില്ലാത്ത ആശ്ചര്യം. അപ്പൊ ഇവളോട് ദയയും തോന്നും. പാവം കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് അലഞ്ഞു തിരിയുന്നത് കണ്ട് അവളോട് സിമ്പതിയും തോന്നി എന്നർത്ഥം. തതോ വിസദ്വനം ചന്ദ്രജ്യോത്സ്നായാവദ്വിഭാവ്യത്തെ തമഃ പ്രവിഷ്ടമാലക്ഷ്യ തതോ നിവവൃദുസ്ത്രിയഃ. തതോ വിശദ്വനം ചന്ദ്രജ്യോത്സ്നായാവദ്വിഭാവ്യത്തെ തമഃ പ്രവിഷ്ടം ആലക്ഷ്യ തതോ നിവവൃദുസ്ത്രിയഃ. തതഃ യാവത് ചന്ദ്രജ്യോത്സ്നാ വിഭാവ്യത്തെ താവത് വനം അവിശത്ത്. ഇവര് തെരഞ്ഞു നടക്കുകയാണ്. എങ്ങനെ? തതഃ അനന്തരം യാവത് എത്ര ദൂരം ആണോ ചന്ദ്രജ്യോത്സ്നാ വിഭാവ്യത്തെ, ചന്ദ്രന്റെ നിലാവ് പ്രകാശിക്കുന്നത്. അപ്പൊ നിലാവുള്ളിടത്തോളം സ്ഥലങ്ങളിലൊക്കെ അവര് തെരഞ്ഞു. പിന്നെ കുറച്ചുകൂടി ചെല്ലുമ്പോൾ നിബിഡമായിട്ടുള്ള വനമാകും. അവിടെ വൃക്ഷങ്ങളുടെ ഛായ കൊണ്ട് നിലാവ് ഭൂമിയെ സ്പർശിക്കില്ല. അപ്പൊ വഴി കാണാതെ അവൻ കൂരിരുട്ടാകും. അപ്പൊ കൂരിരുട്ടാകുന്ന പ്രദേശം വരെ ഒരുവിധം ഇവർക്ക് സഞ്ചരിക്കാൻ പ്രകാശമുള്ള നിലാവുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ അവർ തെരഞ്ഞു. യാവത് ചന്ദ്രജ്യോത്സ്ന വിഭാവ്യത്തെ താവത് വനം അവിശത്ത്. താവത് അത്ര ദൂരത്തോളമുള്ള വനത്തിലൊക്കെ ഇവര് പ്രവേശിച്ചു, അന്വേഷിച്ചു. തതഃ തമഃ പ്രവിഷ്ടം ആലക്ഷ്യ സ്ത്രീയഃ നിവവൃദുഃ. തതഃ അനന്തരം തമഃ പ്രവിഷ്ടം ആലക്ഷ്യ, തമസ് പ്രവേശിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അന്ധകാരപൂർണമായിരിക്കുന്ന വനം കണ്ടിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് ധൈര്യമില്ല. സ്ത്രീകളല്ലേ. അപ്പൊ അതുകൊണ്ട് അവര് നിരാശരായിക്കൊണ്ട് സ്ത്രീയഃ നിവവൃദുഃ, ആ സ്ത്രീകൾ നിവർത്തിച്ചു, പിന്തിരിഞ്ഞു എന്നർത്ഥം. അവരുടെ ആ വനത്തിലേക്കുള്ളതായിട്ടുള്ള ഉദ്യമം ഉപേക്ഷിച്ചു, തെരച്ചിലെല്ലാം ഉപേക്ഷിച്ചു. ഇനി നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥയെ പ്രാപിച്ചു. ഇത്രയും നേരം തെരഞ്ഞത് അല്പധൈര്യമൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യാശയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും എവിടെ പോയി ഒളിച്ചാലും തെരഞ്ഞു പിടിക്കാം നോക്കാം അല്ലെ? നമ്മുടെ യശോദാദേവി ഭഗവാനെ ഉരലിൽ കെട്ടുന്നതായിട്ടുള്ള സമയത്ത് കയറുകൾ ആവുന്നത്ര കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിച്ചില്ലേ? എത്ര കയറുകൾ കൊണ്ടുവരുമ്പോ ഓരോ കയറ് കൊണ്ടുവരുമ്പോ ഇതുകൊണ്ട് തകയും ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് യശോദയും ഭഗവാനെ കെട്ടാൻ ശ്രമിച്ചത്. അവസാനം എത്ര കയറ് മുഴുവൻ കൊണ്ടുവന്നിട്ടും സാധ്യമല്ല എന്ന് ബോധ്യം വന്നപ്പോ യശോദ ആ പ്രവൃത്തിയിൽ നിന്ന് എന്താ പറയുക, ക്ഷീണിതയായി നിവർത്തിക്കുന്നുണ്ട്, ദീനയായി തീർന്നു. അപ്പോഴാണ് ഭഗവാൻ ആ യശോദയുടെ മനസ്സിൽ തന്നെ തോന്നിപ്പിച്ചു, ഇനി കെട്ടിക്കോളൂ. വിനയം വന്നപ്പോ, അഹങ്കാരം പോയപ്പോ യശോദയ്ക്ക് ഭഗവാൻ നിന്നുകൊടുത്തു. അതുപോലെ ഇവിടെ ഗോപികമാര് നാട് മുഴുവൻ തെരഞ്ഞു, എവിടെയും കണ്ടില്ല. ഇനി തിരിച്ചു പോകുന്നത് എവിടെയാ? എവിടെ നിന്നാണോ കാണാതായത് അവിടേക്ക്. എന്നിട്ടോ തിരിച്ച് കിട്ടുന്നത് എവിടെ വെച്ചാ അവിടെ തന്നെ. ഇപ്പൊ നമ്മള് ആത്മാന്വേഷണം ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ആത്മാ നമ്മുടെ തന്നെ സ്വരൂപമാണ്. അത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അത് റിയലൈസ് ചെയ്യേണ്ട കാര്യമല്ല.
അല്ലേ? സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെയുള്ള പദങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നതിനെയാണ് റിയലൈസേഷൻ എന്ന് പറയുക. നമ്മൾ ഒരാൾക്ക് ധനം കൊടുത്താൽ അത് കടം കൊടുത്തത് തിരിച്ചു കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ആർക്കെങ്കിലുമൊക്കെ സഹായമായിട്ട് നമ്മൾ എന്തെങ്കിലും കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടുന്നത് ആത്മാവിനെ വേഗം കിട്ടിയെന്ന് വരും. ഈ കടം കൊടുത്ത് തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുപോലെ നഷ്ടപ്പെട്ടതായിട്ടുള്ള സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നതിനെയാണ് റിയലൈസേഷൻ എന്ന് പറയുക. ഇവിടെ വാസ്തവത്തിൽ നമ്മൾ സെൽഫ് റിയലൈസേഷൻ എന്നുള്ള പദം അത് അർത്ഥമില്ലാത്തതാണ്. നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. സ്വകണ്ഠാഭരണം യഥാ, നമ്മുടെ കഴുത്തിൽ തന്നെയുള്ളതായിട്ടുള്ള മാല നമ്മളത് മറഞ്ഞു കിടക്കുന്നത് കൊണ്ട് കാണാതെ ലോകം മുഴുവൻ തിരയും, നാട്ടുകാരെ മുഴുവൻ കള്ളന്മാരാക്കും. അല്ലേ? വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരൊക്കെ വന്നുപോയോ അവരെയൊക്കെ സംശയിക്കും. വീട്ടിലുള്ളവരെയും തന്നെ ചിലപ്പോൾ സംശയിക്കും. മക്കളെ പോലും സംശയിച്ചു എന്ന് വരും. അങ്ങനെ മാല കാണാതെ തെരഞ്ഞ് അവസാനം പേരക്കുട്ടി കാണിച്ചു കൊടുത്തു. അമ്മമ്മയുടെ കഴുത്തില് ആ ബ്ലൗസിന്റെ ഉള്ളിൽ എന്താ നോക്കൂ. അപ്പോഴാണ് തപ്പി നോക്കിയപ്പോ ഉള്ളിൽ തന്നെ ഉണ്ട്. കിട്ടി എന്ന് പറയുന്നു. വാസ്തവത്തിൽ പോയാലല്ലേ കിട്ടണ്ടു. കിട്ടിയിട്ടൊന്നുമില്ല, പോയിട്ടില്ല. പോകാത്തതെങ്ങനെ കിട്ടും? അപ്പൊ പോയി എന്ന് പറഞ്ഞതും കിട്ടി എന്ന് പറഞ്ഞതും രണ്ട് ശബ്ദങ്ങൾ മാത്രമാണ്. പോകാത്തതിനെ കിട്ടി, കിട്ടിയതുപോലെ, അല്ലെ? പോകാത്തത് കിട്ടിയതുപോലെ. ഇതാണ് നമ്മുടെ എന്താ പറയുക, ഈ സെൽഫ് റിയലൈസേഷൻ എന്നുള്ളതിൻ്റെ ഒരു നിരർത്ഥകത. ആ വാക്കുകൾ ഉപയോഗിച്ച് അത് ലോകത്തിൽ പോപ്പുലറായി മാറി. വാസ്തവത്തിൽ അങ്ങനെയല്ല. അത് വെറും ഒരു റെക്കഗ്നിഷനേ വേണ്ടു. കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ അവയർനെസ്, ജ്ഞാനം, ബോധം. അത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുക, അത്രയേ ഉള്ളൂ. റെക്കഗ്നിഷൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അതാണ് എൻ്റെ സ്വരൂപം എന്ന്, അതാണ് അതിൻ്റെ ഉചിതമായിട്ടുള്ള പദം. ആത്മാവിനെ നമ്മൾ അറിയുകയേ വേണ്ടൂ. അല്ലാതെ എവിടെയും പോയി നഷ്ടപ്പെട്ടത് തേടിയെടുത്ത് കൊണ്ടുവരേണ്ട കാര്യം ഇല്ല. അത് കർമ്മഫലമല്ല ആത്മ. അത് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതോ എവിടെയെങ്കിലും ചെന്ന് പ്രാപിക്കേണ്ടതോ സംസ്കരിച്ചെടുക്കേണ്ടതോ, അല്ലേ? ആപ്യം, സംസ്കാര്യം, ഉൽപാദ്യം, വികാര്യം. ഏതെങ്കിലും ഒന്ന് മാറ്റി വികാരം പ്രാപിച്ച് ഉണ്ടാവേണ്ടതുമല്ല. പാല് തൈരാവുന്നത് പോലെ വേറെന്തെങ്കിലും ആയിരുന്നത് ആത്മാവായി വികാരം പ്രാപിച്ചുണ്ടാവേണ്ടതുമല്ല. ആത്മാ അത് നിത്യശുദ്ധമാണ്, നിത്യബുദ്ധമാണ്, നിത്യമുക്തമാണ്. ഇപ്പൊ അതുപോലെ ഇവിടെ ഗോപികമാർക്ക് അവര് തിരിച്ച് പോവുകയാണ്. നീ എവിടുന്നാണോ കൃഷ്ണനെ നഷ്ടപ്പെട്ടത് അവിടേക്ക്. നഷ്ടപ്പെട്ടിടത്താണ് നോക്കേണ്ടത്, അല്ലേ? ഏത് വസ്തുവും നഷ്ടപ്പെട്ടിടത്ത് നോക്കിയാലേ കിട്ടുള്ളൂ, അല്ലാതെ എവിടെയെങ്കിലും നോക്കിയാൽ കിട്ടുമോ? ഇപ്പൊ നമ്മളിപ്പോ ആത്മാവിനെ തിരയുന്നത് ശബരിമലയിലും പഴനിമലയിലും തിരുപ്പതി മലയിലും കേദാർനാഥത്തും കൈലാസത്തിലും ഗുരുവായൂരിലും പത്മനാഭസ്വാമിയുടെ അടുത്തുമൊക്കെയാണ്. വാസ്തവത്തിൽ അവിടെയൊന്നും പോകേണ്ട കാര്യമില്ല, അത്രയൊന്നും ദൂരം പോകേണ്ട കാര്യമില്ല. അവിടെയല്ല മുതൽ പോയിരിക്കുന്നത്. മുതൽ പോയിട്ടില്ല, മറഞ്ഞു കിടക്കുകയാണ്. അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. ആ അജ്ഞാനത്തെ നീക്കാൻ, അതിനാണ് നല്ല ജ്ഞാനികളായ ഗുരുക്കന്മാരെടുത്ത് ചെന്നാൽ അവര് അജ്ഞാനം നീക്കിത്തരും. തത്വമസി എന്ന് അവർ പറഞ്ഞു തരും.
അപ്പൊ ഇവിടെയും ഭഗവാനെ എല്ലായിടത്തും തെരഞ്ഞ് ഇനി തെരയാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ നിരാശരായി നിവവൃതുഹു നിവർത്തിച്ചു. എന്നിട്ടോ തന്മനസ്കാ തദാലാപാഹ തദ്വിചേഷ്ടാസ്തദാത്മികാഹ തദ്ഗുണാനേവ ഗായന്ത്യോ നാത്മാകാരാണി സസ്മരുഹു. തന്മനസ്കാ തദാലാപാഹ തദ്വിചേഷ്ടാസ്തദാത്മികാഹ തദ്ഗുണാനേവ ഗായന്ത്യഃ നാത്മാകാരാണി സസ്മരുഹു. അപ്പോ തന്മനസ്കാഹ, ആ ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചവരായിട്ട്, മനസ്സിൽ ഭഗവാൻ നിറഞ്ഞിരിക്കുകയാണ്, വേറൊന്നുമില്ല അവരുടെ മനസ്സില്, ആകെ ഒരേ ഒരു വൃത്തി, ഭഗവത് വൃത്തി മാത്രം. തന്മനസ്കാഹ തദാലാപാഹ, അവരുടെ വായിൽ വരുന്നതെല്ലാം ഭഗവാനെ കുറിച്ചിട്ടുള്ള കീർത്തനങ്ങൾ, ഭഗവാനെ കുറിച്ച് മാത്രം. അപ്പൊ നാവ് കൊണ്ട് ഭഗവാനെ മാത്രം കീർത്തിക്കുന്നവരായിക്കൊണ്ട്, അല്ലേ? നമ്മളിതാണ് അഭ്യസിക്കാൻ ശ്രമിക്കുന്നത്. കായേന വാച മനസ ബുദ്ധ്യ ആത്മനാവ പ്രകൃതേ സ്വഭാവാത്. ഇതാവാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കത് സാധിച്ചു. അവരിപ്പോ അതാണ്, മനസ്സിൽ മുഴുവൻ ഭഗവാൻ, വാക്കിൽ മുഴുവൻ ഭഗവാൻ. തദ്വിചേഷ്ടാഹ, അവരുടെ ശരീരം കൊണ്ടുള്ള കർമ്മങ്ങള്, ചേഷ്ടകള് ഒക്കെ ഭഗവാന്റെ ചേഷ്ടകള്, ഭഗവാനെ അനുകരിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ചേഷ്ടകള്. തദാത്മികാഹ, ആ ഭഗവാനുമായി താതാത്മ്യം പ്രാപിച്ചവരായി, ഭേദഭാവന ഇല്ലാതെ താൻ തന്നെ ഭഗവാൻ എന്നുള്ള ഭാവത്തില് താതാത്മ്യം പ്രാപിച്ചവരായി. അങ്ങനെ തന്നെയാ വേണ്ടത്. തദ്ഗുണാനേവ ഗായന്ത്യഃ, ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ തന്നെ ഗാനം ചെയ്യുന്നവരായിട്ട്. ന ആത്മ അകാരാണി സസ്മരുഹു, ന സസ്മരുഹു എന്ന് പറഞ്ഞാൽ സ്മരിച്ചില്ല, ഓർത്തില്ല. എന്തിനെ? ആത്മാ അകാരാണി. ആത്മാ അകാരാണി എന്ന് പറഞ്ഞാല് സ്വന്തം ഗൃഹങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അവനവനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും അഥവാ ദേഹത്തെക്കുറിച്ചും ഗൃഹത്തെക്കുറിച്ചും എന്ന് രണ്ടായിട്ടും അർത്ഥം പറയാം. തന്നെക്കുറിച്ചോ ആത്മചിന്തയോ അകാരങ്ങളെ കുറിച്ചോ, അകാരം എന്ന് പറഞ്ഞാൽ ഗൃഹം, അപ്പൊ ഗൃഹത്തെക്കുറിച്ചോ ഉള്ള ചിന്തകളൊന്നും അവർക്ക് ഉണ്ടായേയില്ല. ന സസ്മരു, എല്ലാ വൃത്തികളും പോയി അവരുടെ മനസ്സിൽ നിന്ന്, ഒരു ചിന്തയുമില്ല. അപ്പോ ആകെ കൂടി അഖണ്ഡാകാര വൃത്തി എന്ന് പറയും. മനസ്സില് ഭഗവത് ചിന്ത മാത്രം. യോഗികളുടെ അവസ്ഥയാണ്, മഹാജ്ഞാനികളുടെ യോഗികളുടെയൊക്കെ അവസ്ഥയിലേക്ക് അവരെങ്ങനെ, അവരുടെ ആ എന്താ പറയുക, ധാരണ, ധ്യാനം, സമാധി എന്നൊക്കെ പറയുന്ന അഭ്യാസത്തിന്റെ പടികളാണിതെല്ലാം. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് ആ പ്രേമം കൊണ്ടാണ് ഇത് സാധിച്ചത്. ഭഗവാനോടുള്ളതായിട്ടുള്ള പരമമായ പ്രേമം കൊണ്ട് ഇത് സാധിച്ചു. അവര് അഷ്ടാംഗ യോഗമൊന്നും അനുഷ്ഠിച്ചിട്ടില്ല, അവര് വേദാന്തമൊന്നും പഠിച്ചില്ല, അല്ലേ? മറ്റ് യോഗങ്ങളൊന്നും സാധനകളൊന്നും ചെയ്തില്ല. ആകെ കൂടി അവർ ചെയ്തത് ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമം. ആ പ്രേമം കൊണ്ട് അവർക്ക് കായേന വാച മനസ ബുദ്ധ്യ ഇന്ദ്രിയൈഹി, എല്ലാ പ്രകാരത്തിലും എല്ലാ കരണങ്ങളെ കൊണ്ടും ഭഗവാനെ കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ. ഇതല്ലേ സാധിക്കേണ്ടത്, അല്ലേ? കംസന് സാധിച്ചു. എങ്ങനെ? ഭയം കൊണ്ട്. എവിടെ നോക്കിയാലും സർവം വിഷ്ണുമയം ജഗത്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും, അല്ലേ, എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും കംസൻ ഭയം കൊണ്ട് ചുറ്റും ഭഗവാനെ കണ്ടു. സർവം വിഷ്ണുമയം. ഇവിടെ ഗോപികമാര് ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് എല്ലാം ഭഗവാനായിട്ട് കണ്ടു, അല്ലെങ്കിൽ ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും അവര് സഞ്ചരിച്ചു. നമുക്കും സാധിക്കട്ടെ, അല്ലേ? തന്മനസ്കാസ്തദാലാപാഹ തദ്വിചേഷ്ടാസ്തദാത്മികാഹ തദ്ഗുണാനേവ ഗായന്ത്യഃ നാത്മാകാരാണി സസ്മരുഹു. ഇപ്പോ നമുക്കുള്ള സാധനകൾ കൂടിയാണ് ഇതെല്ലാം. നമുക്കും ഭഗവാനെ പ്രാപിക്കാനുള്ള സാധനകൾ എന്താണ്? മനസ്സ് നിറച്ചു ഭഗവാനാവട്ടെ, ഭഗവാനെ കുറിച്ചാവട്ടെ ആലാപനങ്ങളെല്ലാം,
ഭഗവാന്റെ ചേഷ്ടകളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ചേഷ്ടകളൊക്കെ ഭഗവാന് അഭിമുഖമാക്കി ചെയ്യൂ, പൂജയാക്കി ചെയ്യൂ, ഭഗവാനുമായി താദാത്മ്യം പ്രാപിക്കൂ, ഭഗവാന്റെ ഗുണഗണങ്ങളെ ഗാനം ചെയ്യൂ, നിങ്ങളുടെ ഗൃഹങ്ങളെയും മറ്റു കാര്യങ്ങളെയൊക്കെ മറന്നേക്കൂ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഞാൻ ഇതൊക്കെ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടില് മറ്റുള്ളവരും ഉണ്ടാവും, ഇതിലൊന്നും താല്പര്യമില്ലാത്തവര്. അവരോ മറ്റോ കേട്ടാൽ എന്നെ ചീത്ത വിളിക്കും. ഈ സ്വാമി ഇവരെയൊക്കെ കേടുവരുത്തുകയാണ്. എല്ലാവരെയും അവരുടെ എന്താ പറയുക എല്ലാം മറന്ന്, കർത്തവ്യങ്ങളൊക്കെ മറന്ന് സന്യാസ മാർഗത്തിലേക്ക് എല്ലാവരെയും കൂട്ടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കുന്നുണ്ടാവും ചിലപ്പോൾ ചില വീടുകളിൽ, അറിയില്ല. അവരൊക്കെ ക്ഷമിക്കുക എന്നോട്. ഞാനിവിടെ ഭാഗവതത്തിലുള്ളത് പറഞ്ഞു. മാത്രമല്ല ഭാഗവതം നിവൃത്തി ധർമ്മമാണ് ലോകത്തോട് പറയുന്നത്. ഭാഗവതത്തിൽ നിവൃത്തി പ്രധാനമാണ്, പാരമഹംസ്യ സംഹിതയാണ്, പറയാതിരിക്കാനാവില്ല അല്ലേ? അപ്പൊ വേണ്ടവര് കേട്ടാ മതി, വീട്ടില് കലഹം ഉണ്ടാക്കുന്നവർ കേൾക്കണ്ട, അത്രേ പറയാനുള്ളൂ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അതെ ഹെഡ്ഫോൺ വെച്ച് കേട്ടോളൂ. വലിയ ടി വിയിലൊക്കെ കേൾക്കുമ്പോഴാണ് പ്രശ്നം. അല്ല, എല്ലാവരുടെ വീട്ടിലും പ്രശ്നമില്ല കേട്ടോ, ഭൂരിപക്ഷത്തിനും പ്രശ്നമില്ല, എനിക്കറിയാം. റെയറായിട്ടുണ്ടാവും, ചില വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെന്ത് ചെയ്യാം? വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവര് പതുക്കെ വെച്ച് കേൾക്കുക, അല്ലെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുക. അവരില്ലാത്തപ്പോൾ വേണമെങ്കിൽ ടി വിയിലൊക്കെ വെച്ചോളൂ. എന്തായാലും ഗോപികമാരാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, സന്യാസിനിമാരാവുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഭഗവാനിൽ പരിപൂർണ സമർപ്പണം വന്ന സന്യാസിനിമാരാണ് ഗോപികമാര്. തന്മനസ്കാസ്തദാലാപാഹ തദ്വിചേഷ്ടാസ്തദാത്മികാഹ തദ്ഗുണാനേവ ഗായന്ത്യഃ നാത്മാകാരാണി സസ്മരുഃ പുനഃ പുളിനമാഗത്യ കാളിന്ദ്യാഃ കൃഷ്ണഭാവനാഃ സമവേതാ ജഗുകൃഷ്ണം തദാഗമനകാംക്ഷിതാഃ. പുനഃ പുളിനമാഗത്യ കാളിന്ദ്യാഃ കൃഷ്ണഭാവനാഃ സമവേതാ ജഗുകൃഷ്ണം തദാഗമനകാംക്ഷിതാഃ. പിന്നീട് അവര് തിരിച്ച് പുനഃ പുളിനം ആഗത്യ, വീണ്ടും ആ പുളിനത്തിലേക്ക് തന്നെ മടങ്ങിച്ചെന്നു. യമുനാ തീരത്ത് ഏത് മണൽത്തിട്ടയിൽ വെച്ചാണോ കൃഷ്ണനെ കാണാതായത് അവിടേക്ക് തിരിച്ചു വന്നു. ആ കാളിന്ദ്യാഹ പുളിനം ആഗത്യ, കാളിന്ദിയുടെ പുളിനത്തിലേക്ക് വന്നു. എങ്ങനെ? കൃഷ്ണഭാവനാഹ, അവരുടെ ഭാവം, ഭക്തി, അവരുടെ ഹൃദയം നിറച്ച് കൃഷ്ണൻ മാത്രം, കൃഷ്ണനെ തന്നെ ഭാവിക്കുന്നവരായിക്കൊണ്ട്. എന്നിട്ടോ അവര് സമവേദാഹ, ഒന്നിച്ചുകൂടി ആ കാളിന്തി തീരത്ത് പുഴയോരത്ത് എല്ലാരും കൂടി ഒന്നിച്ചുകൂടി കൃഷ്ണം ജഗുഹു, കൃഷ്ണനെ കുറിച്ച് ഗാനം ചെയ്തു, കൃഷ്ണനെ കുറിച്ച് പാട്ടുപാടി. ആ പാട്ടാണ് ഇനി അടുത്ത അധ്യായം. ആ കൃഷ്ണം ജഗുഹു എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് അടുത്ത അധ്യായത്തിലാണ് കൃഷ്ണനെ കുറിച്ചിട്ടുള്ള പാട്ട് ഗോപികാ ഗീതം എന്ന് പറയാൻ പോകുന്നത്. അപ്പൊ കൃഷ്ണം പ്രതി ജഗുഹു, കൃഷ്ണനെ കുറിച്ച്, കൃഷ്ണനെ സംബന്ധിച്ച്, കൃഷ്ണന് വേണ്ടി ഒക്കെ അവര് പാടി എന്നർത്ഥം. തത് ആഗമന കാംക്ഷിതാഹ, തത് ആഗമന കാംക്ഷിതാഹ, നമ്മളോട് അലിവ് കാണിച്ച് കരുണാമൂർത്തിയായ ആ ഭഗവാൻ ആഗമിക്കും എന്നുള്ള കാംക്ഷയോടുകൂടി, കൊതിയോടുകൂടി അവര് വീട്ടിലേക്കൊന്നും മടങ്ങിപ്പോകാനൊന്നും അവർക്ക് തോന്നിയില്ല. അവര് സുഹൃതികളായിരുന്നു എന്നർത്ഥം. വേറെ വല്ലവരും ആണെങ്കിൽ അല്ലേ, സുഹൃതം കുറഞ്ഞവര് നമുക്ക് പോകാം, കൃഷ്ണൻ നമ്മളെ ഉപേക്ഷിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യാം
നമുക്ക് നമ്മുടെ പഴമ്പായി എന്നെ ഗതി എന്ന് പറഞ്ഞ് സ്വന്തം ഗൃഹങ്ങളിലേക്ക് പോയി മടങ്ങിപ്പോയി അവിടുത്തെ സുരക്ഷിതത്വത്തിലേക്ക് തിരിച്ചു പോകും. എന്നാൽ ഗോപികമാർക്ക് ആ ഗൃഹത്തിന്റെ സുരക്ഷിതത്വം ആവശ്യമേയില്ല. അവരെല്ലാ കംഫർട്ട് സോണും ഉപേക്ഷിച്ചു വന്നവരാണ്. അല്ലെ, നമ്മൾക്ക് ആകെ മടിയുള്ളത് നമ്മുടെ കംഫർട്ട് സോൺ ഉപേക്ഷിക്കാനാണ്. നമ്മൾക്ക് ഇപ്പോൾ സുരക്ഷിതത്വം നൽകുന്ന, സുഖം നൽകുന്ന അവസ്ഥകളൊക്കെ വെടിയാൻ നമുക്ക് പ്രയാസമാണ്. ഭഗവാനെ വെടിയാം, എന്റെ സുരക്ഷിതത്വം ഞാൻ വെടിയില്ല. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ കിട്ടാൻ ഇത്തിരി പ്രയാസമാണേ. അപ്പൊ ഭഗവാനെ കിട്ടണോ, എല്ലാം ഉപേക്ഷിക്കുന്ന ഭാവം വരണം. എനിക്ക് ഭഗവാനെ മാത്രം മതി, വേറൊന്നും വേണ്ട, ഒരു സുരക്ഷിതത്വവും വേണ്ട, എല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ ഗോപികമാര് അതാണ് തദാഗമന കാംക്ഷിതാഹ ന സസ്മരുഹു പറഞ്ഞില്ലേ മുമ്പ്. ഗൃഹത്തെ കുറിച്ചൊന്നും സ്മരിച്ചതേയില്ല, പോണമെന്നുള്ളൊരു ചിന്ത പോലും ആർക്കും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഒരാൾ അഭിപ്രായം പറഞ്ഞോ? അതെ, അങ്ങനെ സഹകരിക്കുന്നവർക്കൊക്കെ നമസ്കാരം. ഗൃഹത്തിൽ ആരൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നുവോ അവർക്കൊക്കെ സ്നേഹപൂർവമായ നമസ്കാരം. അപ്പൊ എന്തായാലും ഗോപികമാര് പുളിനത്തിലേക്ക് തിരിച്ചു വന്ന് ഒന്നിച്ചുകൂടി ഭഗവാന്റെ ആഗമനത്തെ കാംക്ഷിച്ചുകൊണ്ട് വരാതിരിക്കില്ല. വരുന്നത് വരെ ഇവിടെ തന്നെ കഴിയാം, നമുക്ക് ആ കൃഷ്ണനെ വിളിച്ച് കരയാം, കൃഷ്ണനെ കുറിച്ച് പാടാം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നിച്ചുകൂടി ഇനി കൃഷ്ണനെ കുറിച്ച് പാടാൻ പോകുന്നു. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം കൃഷ്ണാന്വേഷണം നാമ 30-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരിയോ. ഇനി 31-ാം അധ്യായം നമുക്ക് നാളെ നോക്കാം. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. ഗോപികാഗീതം.